ഒരു അണുബോംബ് പൊട്ടിക്കാനുണ്ട് എന്നാണ് കുറച്ച് നാളായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പൊട്ടിച്ചു. പക്ഷേ അതൊരു ഒന്നാന്തരം നുണബോംബാണ്. കാരണം മഹാരാഷ്ട്ര ഇലക്ഷനിൽ എങ്ങനെ BJP ജയിച്ചു, അത് വലിയ തോതിൽ വോട്ട് തിരിമറി നടത്തി ജയിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത്. അതിന് ഉദാഹരണമായി മഹാരാഷ്ട്ര വിട്ടിട്ട് കർണാടകയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലം എടുത്തു. കർണാടകയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലം എടുത്തിട്ട് അവിടുത്തെ അസംബ്ലി സീറ്റുകൾ സ്പ്ലിറ്റ് ചെയ്തു. സാധാരണ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ വരെ ഉണ്ടാവും. അതിൽ 6 കോൺഗ്രസിന് ഭൂരിപക്ഷം. 7ാമത് ഒരൊറ്റ മണ്ഡലം എണ്ണിയപ്പോൾ 6 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു BJP. ഇതാണ് രാഹുൽ ഗാന്ധി പ്രസൻറ്റ് ചെയ്ത ഉദാഹരണം. നോക്കുമ്പോൾ ശരിയാണ്. 7 അസംബ്ലി മണ്ഡലത്തിൽ 6 ജയിച്ചു, ഒരിടത്തുനിന്ന് വന്നപ്പോൾ തോറ്റുപോയി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് തോന്നുന്നത്. ഇതേ പരാതി, ഇതേ പ്രശ്നം ഹിന്ദു സംഘടനകൾ BJP മാത്രമല്ല ഉന്നയിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥി വലിയ തോതിൽ ജയിച്ചു. 7ാമതൊരു മണ്ഡലത്തിൽ വോട്ടിലെ റിസൾട്ട് വന്നപ്പോൾ 6 കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ മുന്നണി സ്ഥാനാർത്ഥി കിട്ടി. അത് ജയിച്ചു. ആ മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിരുന്നു. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരൊറ്റ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടെണ്ണി തീർന്നപ്പോൾ 6 BJP കിട്ടിയ വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടു. ഇത് നേരത്തെ നമ്മൾ ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്ത് കണക്ക് വെച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ ആ ഡാറ്റ എടുക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത ദിവസം കണക്ക് അസംബ്ലി തിരിച്ചു പറയും. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ കാര്യം പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു അസംബ്ലി മണ്ഡലം സ്പെസിമെനായി എടുക്കാതെ കർണാടകയിൽ എടുക്കുന്നത്? കാരണം മഹാരാഷ്ട്രയിലെ പറഞ്ഞാൽ ഈ കണക്ക് പുറത്തു വരും. അതുകൊണ്ട് ഈ ഒന്നാന്തരം വിദൂഷ ഗവേഷകനും കുശാഗ്ര ബുദ്ധിക്കാരനും ശകുനിയുമായ ഈ രാഷ്ട്രീയക്കാരൻ കളിക്കുന്ന കളി ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയും മാൻഡേറ്റിനെയും ജനവിധിയെയും അപഹസിക്കുന്ന നിലപാടാണ്. കാരണം കർണാടകയിൽ ഒരു രസകരമായ ഒരു സംഭവം അദ്ദേഹം പറയുകയാണ്, രാഹുൽ ഗാന്ധി മഹാദേവപുരയല്ല എവിടെയാവട്ടെ, എവിടെയാണെങ്കിൽ BJPക്ക് ഓരോ മണ്ഡലത്തിലും കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം 33,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന്. 33,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 33,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മോശപ്പെട്ട കാര്യമാണോ? ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷമാണത്. 33,000 2500 വോട്ടിന് 250 വോട്ടിന് 650 വോട്ടിനൊക്കെ ആളുകൾ ജയിക്കും. അതെ, BJP ജയിച്ചിരിക്കുന്ന 33,000 അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. കുറെ മണ്ഡലങ്ങളിൽ 25 മണ്ഡലങ്ങളിൽ 33,000 താഴെ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നതെന്ന്. അത് നിയമസഭാ മണ്ഡലമാകുമ്പോൾ 33,000 വലിയ ഭൂരിപക്ഷമാണ്. കാരണം കേരളത്തിലെ 140 സീറ്റുകൾ എടുത്ത് നോക്കിയാൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും 5,000 താഴെ വോട്ടുകൾക്കാണ് എന്താണെന്ന് വെച്ചാൽ 25 സീറ്റ് മോഡിക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ്. ആ 25 സീറ്റിൽ 33,000 താഴെ വോട്ടാണ് കിട്ടിയെന്നാണ് ഈ മണ്ടൻ പൊട്ടൻ. ഇയാൾ അതാണ് മണ്ടൻ എന്നും പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത്. 33,000 വിട്ടു വോട്ട് കുറവാണെന്ന്. കാരണം ഇയാൾക്ക് 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ അയാളുടെ കുടുംബത്തിലെ ആളുകൾക്കൊക്കെ 4 ലക്ഷം 3 ലക്ഷം ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ 33,000 ചെറുതാണ്. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് 25 സീറ്റുകളിൽ BJPയുടെ MPമാർക്ക് 33,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളൂ. അത് തെറ്റാണ്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം 33,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ് എന്നുള്ളത്. ഏറ്റവും അവസാനം നടന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പും അറിഞ്ഞുകൂടെ? നമ്മുടെ നാട്ടില് 5,000 6,000 ഒക്കെ തന്നെ വലിയ ഭൂരിപക്ഷം. മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് കാണും. ഏഷ്യാനെറ്റിന്റെ ലേഖിക ആങ്കർ പറയാണ്, രാഹുൽ ഗാന്ധി അങ്ങനെ തെളിവുകൾ സഹിതം വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ബോധ്യപ്പെട്ടോ? രാഹുൽ ഗാന്ധിയുടെ ആരോപണമല്ലേ? ഒന്നാമത് ഇത് അസംബന്ധ ബോംബായിരുന്നു. ഇയാൾ ഇങ്ങനത്തെ ബോംബെ ഇയാളുടെ കയ്യിൽ ഉണ്ടാവുന്നു, എന്തോ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെയൊക്കെ. അതാ പണിയൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അസംബന്ധ ബോംബായിരിക്കുന്ന ഉറപ്പായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചർവിത ചർവണമാണ്. പലതവണ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ഏൽക്കാതെ പോയൊരു ആരോപണമാണിത്. ഇലക്ഷൻ കമ്മീഷനും ഇതിന് മറുപടി പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ ജൂൺ 12-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഇതേ ആരോപണത്തിന് മറുപടി പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ചർച്ച ചെയ്യാം, ഞങ്ങൾ ബോധ്യപ്പെടുത്താം എന്ന് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി ജൂൺ 12-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
രാജീവ് ഗാന്ധി പോയില്ല. അത് മാത്രമല്ല സാർ, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് രാഹുൽ ഗാന്ധി കുറ്റം പറയുന്നുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷനെ ഈ മുൻകാലങ്ങളിൽ നിയമിച്ചുകൊണ്ടിരുന്ന ആരാണ്? ഇയാളുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാളുടെ അപ്പനും അമ്മൂമ്മയും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷനെ മോദി വന്നതിന് ശേഷമാണ് ഒരു കൺസൾട്ടേഷനൊക്കെ ഉണ്ടാക്കി ഒന്നിലേറെ ആളുകളെ നിയമിച്ച് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാവുന്നത്. ഇക്കാലം അത്രയും കോൺഗ്രസ് പാർട്ടി 60 വർഷത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഒരു ക്ലർക്കിനെ നിയമിക്കുന്ന പോലെ നിയമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരൊറ്റ ആളെയാണ് നിയമിച്ചുകൊണ്ടിരുന്നത്. ശേഷൻ വന്നതിന് ശേഷമാണ് വന്നപ്പോൾ പ്രശ്നമായി. അത് ശരിയാവത്തില്ലല്ലോ എന്ന് ഓർത്ത് ഒന്നിലേറെ ആളെ വെച്ചു. അപ്പോഴും കേന്ദ്ര സർക്കാർ നേരിട്ട് നിയമിക്കുകയായിരുന്നു. ഇപ്പോഴായിരുന്നു ഒരു ബോഡി ഉണ്ടാക്കി, ആ ബോഡി പ്രതിപക്ഷ നേതാവിനെ കൂടെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇപ്പോഴാണ്. അതുപോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയത് മുഴുവൻ ഇവർ വെച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കണമല്ലോ. അതാണല്ലോ പറഞ്ഞു വരുന്നത്. മോദി ഇപ്പൊ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നിയമിച്ചിരുന്ന കമ്മീഷന്മാരോ? അതെ, രമാദേവി, SY ഖുറേഷി, പല പേരുകളും ഓർമ്മയിൽ, ഒരു ശാസ്ത്രി ഒക്കെ ഉണ്ടായിരുന്നു, TN ചതുർവേദി, ഇങ്ങനെ പല ആളുകൾ ഉണ്ടായിരുന്നില്ലേ. അപ്പോ ഇതിൻ്റെ അകത്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇയാൾ ഈ നിരന്തരമായിട്ട് ഈ വർത്തമാനം മഹാരാഷ്ട്രയെ പറ്റി പറയുമ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇതെന്തോ വലിയ സംഭവമാണെന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ്. അതെ, ഏഷ്യാനെറ്റ് അതിന്റെ ആങ്കർ പറയുന്നത് രാജീവ് ഗാന്ധി ഞെട്ടിക്കുന്ന തെളിവുകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം എന്ന് പറഞ്ഞ കാളിദാസന്റെ പുസ്തകത്തിന്റെ പേരുമായിട്ട് നടക്കുന്ന അങ്ങേര് പറയുന്നത് നാളെ മുതൽ ഇത് ഭയങ്കര ഭീഷണിയും അതും ഇതും ഒക്കെ ആയിരിക്കുന്നതാണ് ഈ പറയുന്നത്. ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്ന് പറഞ്ഞല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അങ്ങനെയല്ല, രാഹുൽ എന്തോ തെളിവ് നിരത്തി എന്നാണ്. ഒരു തെളിവും വന്നിട്ടില്ല. അങ്ങനെ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യാം. ഒരു കെട്ട് കടലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുമ്പോൾ കൊടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുമ്പ് രാജീവ് ഗാന്ധിയുടെ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വൈൽഡ് ആൻഡ് ത്രെറ്റനിങ് എന്നാണ്. നിങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പ് പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനി രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാം. കേസ് കൊടുക്കാവുന്ന വകുപ്പുകളാണ് 150 പബ്ലിക് വകുപ്പ്, 150 പബ്ലിക് മിസ്ചീഫ്, 195 ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ വകുപ്പ്, 113 വെറുപ്പ് ഉൽപ്പാദിപ്പിക്കൽ, വിദ്വേഷം ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ, 153 തെരഞ്ഞെടുപ്പില് അവിഹിത സ്വാധീനം ചെലുത്തൽ. അതെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും വകുപ്പുകൾ വെച്ചിട്ട് ഞാൻ കരുതുന്നത് ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടൊരു അടിയന്തര കേസ് കൊടുക്കാനുള്ള സാധ്യത ഭയങ്കര ന്യൂസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് പോലും മടുത്തു. സുപ്രീം കോടതി എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, താൻ ഇന്ത്യക്കാരനാണോ എന്ന് വരെ ചോദിച്ചു. ഇപ്പോൾ പിങ്കി മോളും പ്രിയങ്ക ഇറങ്ങി സുപ്രീം കോടതി അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കാം. ജഡ്ജിമാരാണോ നിശ്ചയിക്കുന്നത്? അതെ, ജഡ്ജിമാരുടെ കയ്യിൽ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട് ഇയാൾ ഇന്ത്യക്കാരനല്ല എന്നുള്ളത്. ദേശസ്നേഹം നിർണ്ണയിക്കുന്നത് ജഡ്ജിമാരാണോ? നിരന്തരം രാജ്യത്തിനെതിരെയാണ് പോരാടുന്നത് എന്ന് പറഞ്ഞാൽ ദേശസ്നേഹമാണ്. ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ പോരാടുകയാണ്, യുദ്ധം ചെയ്യുകയാണെന്ന്. ഗാൽവാൻ യുദ്ധകാലത്ത് ചൈനീസ് സ്ഥാനപതിയെ പോയി കാണുന്നത് ദേശസ്നേഹമാണ്. അപ്പോ ഇയാൾ പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ടായിരുന്നു എന്നാണ്. ബീഹാറിൽ ഇപ്പൊ എത്ര? 65 ലക്ഷം. അല്ല, ഇയാള് ഈ വോട്ടർ പട്ടിക ഉണ്ടാവുന്നത് ചുമ്മാ ഒരു ദിവസം പൊട്ടിമുളയ്ക്കുമല്ലോ. ആദ്യം കരട് ഉണ്ടാക്കും. കരടിൽ സംബന്ധിച്ച് ചിലരുടെ പേരിന് വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് 0, അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ചില അക്കങ്ങൾ, ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി. ഇയാൾ എവിടെയായിരുന്നു? ഇയാളുടെ പാർട്ടിക്കാർ എവിടെയായിരുന്നു? അതായത് ഇത് ജൂൺ 12-ാം തീയതി മറുപടി, കഴിഞ്ഞ കൊല്ലം ഡിസംബർ 24-നും ഇലക്ഷൻ കമ്മീഷൻ ഇതേ കാര്യത്തിൽ മറുപടി പറഞ്ഞാണ്. ജൂൺ 12-ന് അവസാനം കൊടുത്തപ്പോഴും പറഞ്ഞു 1 ലക്ഷം BLOമാര്, ബൂത്ത് ലെവൽ ഓഫീസർ. അത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. 288 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ്, ECOമാര്, EROമാര്, 139 ഒബ്സർവേഴ്സ് നിരീക്ഷകര്, 41 പോലീസ് ഒബ്സർവേഴ്സ് നിരീക്ഷകര്,
71 ഈ പരിചയമുള്ള നൈപുണ്യമുള്ള ആളുകൾ, 288 ആർഒമാർ. എന്നിട്ട് കരട് വോട്ടർ പട്ടിക. ബീഹാറിലും അങ്ങനെയാണ്. കരട് വോട്ടർ പട്ടിക ഈ കോൺഗ്രസിന്റെ ഏജന്റുമാരും ഒക്കെ പരിശോധിക്കുന്ന, ആക്ഷേപമുള്ളവർക്ക് ആക്ഷേപം സമർപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി അന്നുണ്ടായില്ല. ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ മോശം, EVM മോശം, വോട്ടർ പട്ടിക മോശം, വോട്ടട്ടിമറി. ഞങ്ങൾ ജയിച്ചാലോ ഒരു കുഴപ്പമില്ല. ജയിച്ച സ്ഥലങ്ങളിലെ ഉത്തർപ്രദേശിൽ കുറെ സീറ്റിൽ ഈ അട്ടിമറി ഇലക്ഷൻ കമ്മീഷൻ നടത്തുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 3-1 കുറയോ? കാരണം മോദിയുടേത് മുമ്പ് നരസിംഹറാവുവിന്റെ ഭൂരിപക്ഷമൊക്കെ ഓർക്കുന്നില്ല, നേതാക്കളൊക്കെ 5 ലക്ഷം ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വിവരവും ഇല്ല. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്നതിനെ പറ്റി ഒരു വിവരവും നമ്മൾ കേൾക്കുന്നില്ല. കാരണം ഇത് 70% ഈ വോട്ടർമാരിലൊക്കെ വോട്ട്, ഇത് 90% കടക്കുമെന്ന് വോട്ടെണ്ണുന്നവർക്ക് പേടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇലക്ഷൻ റദ്ദാക്കും. അതായത് ഒരു ആകെ പോൾ ചെയ്യുന്ന വോട്ടിന്റെ 90% ഒരു സ്ഥാനാർത്ഥിക്ക് വന്ന ഇലക്ഷൻ റദ്ദാക്കും. അതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ നരസിംഹറാവുവിനെ പറ്റി ഒരു വിവരമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം എന്ന് പറഞ്ഞിങ്ങനെ ഭൂരിപക്ഷം പോകാൻ തുടങ്ങിയപ്പോ പിന്നെ വോട്ടെണ്ണൽ നിർത്തിവെക്കുക കുറെ നേരത്തേക്ക്. ആ സമയത്തായിരിക്കും വേറെ മാനിപ്പുലേഷൻ, നമുക്ക് ഇത്ര മതി, ബാക്കി മാറ്റിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ബാലറ്റ് കൊണ്ടുവരണം എന്ന് പറയുന്നത്. പേപ്പർ ബാലറ്റ് കൊണ്ടുവരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിഗ്ഗിങ് നടത്താൻ എളുപ്പമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന വോട്ടർമാരിൽ നിന്ന് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാ, ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ പിന്നെ വ്യത്യാസം വരും. 18 വയസ്സുള്ള കുട്ടികൾ ഇല്ലേ, 21 വയസ്സുള്ളവർ, ചേർക്കാത്തവര്, ഇതെല്ലാവരും പോയി ചേരുന്നുണ്ട്. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ കൂടുതൽ വന്നത്. ഇതിൻ്റെ അകത്ത് ഇന്നത്തെ പത്രസമ്മേളനം എന്ന് പറയുന്ന അസംബന്ധമായിരുന്നു, ആവർത്തനവുമായിരുന്നു. ഇത് പലതവണ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. മുമ്പ് DNA എന്ന് പറഞ്ഞിട്ട് ബോംബെയിലുള്ള പ്രസിദ്ധീകരണം ഒരു ആന മണ്ടത്തരം ഈ ഹാക്ക് ചെയ്തു. അതിപ്പോ പറയുന്നില്ല. കാരണം അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ അത് പൊളിച്ചു. ഇലക്ഷൻ കമ്മീഷൻ പൊളിച്ചതല്ല, സുപ്രീം കോടതി പറഞ്ഞു മേലാൽ ഇതും പറഞ്ഞ് ഈ വഴി വന്നേക്കരുത്. സുപ്രീം കോടതി പറഞ്ഞു. അതെ, EVM ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വിദൂര സ്ഥലത്ത് നിന്നിട്ട് ഇത് ഈ മെഷീൻ ഹാക്ക് ചെയ്യാം. അത് രാഹുൽ ഗാന്ധിയെ പറയുന്ന കുഴപ്പമില്ല. കാരണം ഇയാളുടെ മണ്ടയ്ക്കകത്ത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ചിപ്പ് വെച്ചിട്ടുണ്ട്. വിദൂര സ്ഥലത്ത് നിന്ന് ഇയാളെ ഹാക്ക് ചെയ്ത് ഇയാളെ ഒരു കോമാളിയാക്കിയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഇലക്ഷൻ അട്ടിമറികളൊക്കെ പറ്റി പഠിക്കാനും കേസ് കൊടുക്കാനുമായിട്ട് വേറൊരു സംഘടനയുണ്ട്. ഈ ശാസ്ത്രിയാണെങ്കിൽ സോറോസിന്റെ ഒരു സംഘടനയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അംഗവും KDR ആണ്. ഇയാൾ അംഗവുമാണ്. അപ്പൊ ഈ സോറോസിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അജണ്ട, ആ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമുള്ള ബീഹാറിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയപ്പോൾ 14 ലക്ഷം മരിച്ചുപോയ ആളുകൾ ലിസ്റ്റിലുണ്ട്. വേറെ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ വേറെ സംസ്ഥാനങ്ങൾക്ക് സ്ഥിരമായി മാറിപ്പോയി അവിടെ വോട്ട് ചെയ്ത് അവിടെ വോട്ടർമാരായിട്ട് കഴിയുന്നവരുണ്ട്. അങ്ങനെയാണ് 65 ലക്ഷം പേർ ഒഴിവായി പോയത്. അതുപോലെ ബംഗാളിലാണെങ്കിൽ ബംഗ്ലാദേശിൽ വോട്ട് ചെയ്ത ആളുകളൊക്കെ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ വന്നു. എനിക്ക് ബംഗ്ലാദേശിലാണ് വോട്ട്, ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളും ബംഗാളിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ കഥകൾ മുഴുവൻ. അവർ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും അസമിൽ നിന്നും ഒക്കെ. അസമിൽ 94% വോട്ട് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇവർക്ക്, കോൺഗ്രസിന്, ഒരു അതിർത്തി പ്രദേശത്ത്. ഇതൊക്കെ പുറത്തു വരുമ്പോൾ എന്തോ ഒരു മാനസിക സമനില തെറ്റുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരു ഭ്രാന്തമായ ജൽപ്പനം മാത്രമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.